അങ്ങനെ വിക്ടോറിയ മെമ്മോറിയലിന് ശേഷം നമ്മൾ എത്തിയിട്ടുള്ളത് ബിർള പ്ലാനറ്റേറിയത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയും സൗത്ത് സ്റ്റാർ റെയിലും അതുപോലെ തന്നെ ടൂർ ടൈംസും ഒന്നിച്ച് നടത്തുന്നുള്ള ഓണം കോറാമൻഡൽ യാത്രയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കൊൽക്കത്തയിലെത്തി രാത്രി, ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ സഫർ വിത്ത് എൻബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ബിർള പ്ലാനറ്റേറിയം. അപ്പോൾ ഭയങ്കര തിരക്കാണ്, നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ 45 മിനിറ്റ്സ് ആണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും അനീസേട്ടനും എങ്ങനെ അടുത്തുള്ള പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് പള്ളി, ചേർച്ച്. അതൊരു പ്രശ്നം എന്താ വെച്ചാൽ എൻട്രി ഫീസ് ഉണ്ട്. അത് എന്തുകൊണ്ട് എൻട്രി ഫീസ് എന്നുള്ളത് അറിയില്ല. 10 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ പേ ഇല്ല, പിന്നെ ചേഞ്ചും ഇല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാം, നടക്കാൻ പോകാം. നടക്കാം. ശ്യാമസുന്ദര കേരളം, പീസ്ഫുൾ വർക്ക്. നമ്മൾ വീണ്ടും ബിർള പ്ലാനറ്റേറിയത്തേക്ക് എത്തി. ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉള്ളിലൊന്ന് പോയി നോക്കാം. കയറുന്നില്ലേ? നോക്കട്ടെ. അപ്പോൾ ഈ കൗണ്ടറിലാണ് കാർഡ് എടുക്കുന്നുള്ളത്. ഗൂഗിൾ പേ എവിടെയും വർക്ക് ചെയ്യുന്നില്ല. ഈ കൗണ്ടറിലാണെങ്കിൽ ക്യാഷ് ആണ്, ഇവിടെ കാർഡ്. അപ്പോൾ ഒരാൾക്ക് വരുന്നുള്ളത് 140 ആവും. ईस्वी में निर्मित इस पिरामिड से नक्षत्रों और समय की बदलती आकार अविश्वसनीय हो गया. चांद का जन्म हुआ, जिससे ऋतु परिवर्तन हुए. चंद्रमा के गुरुत्वाकर्षण के कारण जो न करे, इतनी जल्दी धरती जाकर सूरज से टकराने वाली नहीं है. हमारा परिक्रमा അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. വാഷ്റൂമിൽ ജസ്റ്റ് വന്നു. ഷോ ഒന്നുമല്ല, അറിയാലോ ഗാലക്സീസ് എങ്ങനെ ഉണ്ടായി, സോളാർ സിസ്റ്റം, അവരിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉറങ്ങി, നല്ലപോലെ ഉറങ്ങി. ഇവിടത്തേക്ക് കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഷോ കാണാൻ വരും. അവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് കാണാൻ പറ്റുന്നൊന്നല്ല ഇത്, വെറുതെ കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബിർള പ്ലാനറ്റേറിയം. ഷോക്ക് കഴിഞ്ഞ് തിരിച്ചു പോവാം. നമ്മൾ ഷോക്ക് കഴിഞ്ഞിറങ്ങി, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ബസ് വിട്ടുപോയി. 2 സർവത്ത്. അപ്പോൾ ഷോക്ക് കഴിഞ്ഞിറങ്ങി ബസ് വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ബസ് കയറി പോകണം. ഞാൻ പോകാനുള്ള ബസ് വന്നു. ബസ് നമ്പർ 4 ഇപ്രാവശ്യം പോകുന്നുള്ളത്. അങ്ങനെ ബിർള പ്ലാനറ്റേറിയം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സയൻസ് സിറ്റിയിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കാം. ബ്രോ, वाटर बॉटल सर, ഓക്കെ, താങ്ക് യു. लास्ट में पापड़. ഓക്കെ, താങ്ക് യു. അത് എക്സ്ട്രാ ഉള്ളോ? അതേ വേണ്ടുള്ളോ? ഇതിലിടോ? നിങ്ങളെടുത്തോ? ഇല്ല ഇല്ല, അതിനകത്തുണ്ട്. ഓക്കെ, മതിയില്ലേ? അവരോട് ഇതാണ് സയൻസ് സിറ്റി. അപ്പോൾ ഇതിനെ കുറിച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് എവിടെയെങ്കിലും പോയി കഴിക്കാം, നല്ല സ്ഥലത്ത് ഇരുന്നിട്ട്. ഇതാണ് സയൻസ് സിറ്റിയുടെ എൻട്രൻസ്. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇന്നെന്താണ് ഫുഡ്? എന്താണ്? നെയ്ച്ചോറോ? നെയ്ച്ചോറ് ബീഫ് അല്ലേ?
എന്തോ കറിയുണ്ട്. അല്ല, ഇങ്ങോട്ട് വെള്ളം വരുന്നല്ലോ. റൈസ് കുളിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഈ കാണുന്ന സ്ഥലത്താണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈമില്ല. എന്താ വെച്ചാൽ 2:30 ബസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിയായി, അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അകത്ത് പോയാൽ നമുക്ക് ഫുള്ള് കണ്ടുവരാനൊന്നും പറ്റൂല, വെറുതെ പോകും. അപ്പോൾ ഇവിടെ ഒരു റോപ്പ് വേ ഉണ്ട്, അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് റോപ്പ് വേ. അപ്പോൾ എല്ലാം കാണാൻ പറ്റും തോന്നുന്നു. അകത്ത് നമുക്ക് ഏരിയ ലൈറ്റ് എല്ലാം കണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു തിരിയുന്ന ഗ്ലോബ് വിത്ത് വാട്ടർ. ദെൻ ഇവിടെയും വാട്ടർ ഉണ്ട്. ഇത് നല്ല പീസാണ്, ഇവിടെ സമാധാനമുണ്ട്. അതാ റോപ്പ് വേ പോകുന്നുണ്ട്, കേബിൾ കാറൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വരാം. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. നമുക്കൊന്ന് പോയി നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്. ഇതിലൂടെയാണ് പോകാൻ പോകുന്നുള്ളത്. ഗൂഗിൾ പേ ഉണ്ടായാൽ മതിയായിരുന്നു, ഇല്ല അങ്ങ് ബുദ്ധിമുട്ടാണ്. $25 ആണ് വരുന്നുള്ളത്. അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടി വരുമായിരിക്കും. ഇവിടെ വണ്ടി വിട്ടു. ഇങ്ങനെ നമ്മൾ റോപ്പ് വേയിൽ വന്നിറങ്ങി കുറച്ച് നടക്കാം, എന്നിട്ട് തിരിച്ച് റോപ്പ് വേയിൽ തന്നെ പോവാം. ഈ സാൻഡ് സിറ്റിയിൽ മെയിനായിട്ട് വരുന്നുള്ളത് ആ ഒരു ഡോമാണ്. 3D ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത്. പിന്നെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ എന്തോ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നു ഇവിടെ. റോപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൈം ട്രാവൽ മെഷീൻ വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐസ്ക്രീംസും സ്നാക്സും ഒക്കെ വാങ്ങാനുള്ള. മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ചൂടാണ്. ചൂടല്ല, വെയിൽ നല്ലപോലെ സൺലൈറ്റ് അങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര പാടാണ്. പിന്നെ തണലത്തേക്കാ, വെയിലത്ത് പോകാൻ ഭയങ്കര പാടാണ്. പറയുന്നുള്ളത് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, ഡോമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സയൻസ് എക്സ്പ്ലോറേഷൻ അവരിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇത് രണ്ടാന്നുള്ളത്. പിന്നെ അവിടെയും കൂടി ഒരു ഡോമുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാപ്പ് ഒന്ന് നോക്കി ഇവരെ, അപ്പോൾ അതിൽ കണ്ടതാണ്. പിന്നെ അപ്പുറത്ത് കൺവെൻഷൻ സെൻറ്ററും കൂടിയുണ്ട്. ഈ കാണുന്നുള്ളത് കൺവെൻഷൻ സെൻറ്ററാണ്. പിന്നെ അവിടെ നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, കാണുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. നല്ല മേലെ നല്ല രസമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം, റോപ്പ് വേയിൽ തന്നെ പോവാം. പിന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ പുതിയതൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. നമുക്കിനി റോപ്പ് വേ കയറി പോവാം. വരുമ്പോൾ ടിക്കറ്റ്സ് കയ്യിലെടുത്ത് വെക്കണം. ഇവിടെ സമാധാനമാണ്, വെയിലൊന്നുമില്ല, നല്ല പീസ്. അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് തന്നെ 75 rupees കൊടുത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എക്സിറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്.
ടോട്ടൽ എത്രയായി ഇപ്പോൾ 75 145 210 ആയി. എന്തായാലും കുഴപ്പമില്ല, നടക്കാൻ പറ്റില്ലല്ലോ. ഇതിലാന്ന് തോന്നുന്നു ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. പട്ടിയുണ്ട്. അപ്പോൾ എൻ്റെ ഒന്നിച്ച് വന്ന കുറച്ച് ആൻറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നുള്ളതാണ്, ഒരു 5 പേര് കണ്ണൂരിൽ നിന്നുള്ള. ഭയങ്കര ചൂടാണ്. റോപ്പ് വരും, അതിലേക്ക് കൂടി വരുന്നുണ്ട്. നമ്മൾ റോപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ലായിരുന്നു. മാത്രം 2 സൈഡ് ടിക്കറ്റിന് ഫെയർ എടുത്തു, അതാണ് കുറച്ചും കൂടി ഇതായിട്ടുള്ളത്. ബാക്കി ഓക്കെയാണ്. 145 റുപ്പീസിന് വേർത്താണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ വ്യൂ കിട്ടും. ഈ നടക്കാൻ കുറേ നടക്കാൻ വേണ്ടിയിട്ടില്ലേ, അപ്പോൾ ഇതിന് മേലെ പോയാൽ നമുക്ക് ഫുൾ വ്യൂ കിട്ടും. പിന്നെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പകുതിയിൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അതുകൊണ്ട് നല്ലതാണ്. നമ്മൾ ഇതിൽ കയറിയെന്ന് വെച്ചാൽ എങ്കിലും കാണിക്കാൻ പറ്റില്ല സയൻസ് പാർക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അനീഷേട്ടനും ബെന്നിച്ചായനും എവിടെയുണ്ടെന്ന് അറിയില്ല, ഒന്ന് കോൾ ചെയ്ത് നോക്കണം. അവർ വന്നില്ല, അവർ വെറുതെ വേസ്റ്റ് എന്ന് പറഞ്ഞ് വന്നില്ല. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. ഭയങ്കര സൺലൈറ്റ് ആണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കത്തുന്നുണ്ട് ഫേസൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് കഴുകിക്കൊണ്ടുണ്ട്. അപ്പോൾ സയൻസ് സിറ്റി ഞാൻ പറ്റുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ കുറേ സമയം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അകത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയോ അടുത്ത സ്പോട്ട് എവിടെയെന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ അടുത്ത മദർ തെരേസാൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് കാണാം. അതുവരേക്കും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം.